പറയാം ഒരു മാളൊരു വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഏഷ്യയിലെ ഏറ്റവും ബിഗസ്റ്റ് മാൾ കേട്ടോ. മുമ്പേ കണ്ട ഹോട്ടലിലെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫിനൊന്നും ഉണ്ടല്ലോ ഈ സംസാര ശക്തിയോ അതുപോലെ കേൾവി ശക്തിയോ അങ്ങനെ ഒന്നുമില്ല. ആംഗ്യ ഭാഷയിൽ കൂടെയാണ് അവർ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ നോട്ട് നല്ല ഫുഡ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഉണ്ടല്ലോ ബൈക്കിലാണ് കേട്ടോ ഈ കട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപടി വായിലോട്ട് പാഞ്ചൊക്കെ തോന്നിക്കുന്ന ലെഗീസാണ് കേട്ടോ. കേട്ടാ ചൂടോടെ കഴിക്കുമ്പോൾ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബാണ്. ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ബാംഗ്ലൂരല്ല, ഏഷ്യയിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള മാൾ ഓഫ് ഏഷ്യയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ യാത്രക്കിടയിലാണ് നമ്മൾ ഈ മാളിൽ എത്തിയിരിക്കുന്നത്. അതായത് ബാംഗ്ലൂരിലെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മുടെ പഴയ കാഴ്ചകളല്ല, പുതിയ കാഴ്ചകൾ തപ്പിയുള്ള യാത്രയാണ്. അപ്പോൾ പുതിയ കാഴ്ചയ്ക്കകത്ത് ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള മാളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ മാളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT Dreams. അപ്പോൾ നമ്മൾ മാൾ ഓഫ് ഏഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്ഥലം വരുന്നത് ഹെബ്ബാൾ, അതായത് ബാംഗ്ലൂർ ഹെബ്ബാൾ എന്ന സ്ഥലത്തിനടുത്ത് തൊട്ടടുത്തുള്ള ശബരിനഗറിലാണ് കേട്ടോ ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അതായത് 2 വീലേഴ്സിനും പോകാനായിട്ട് സെപ്പറേറ്റ് ഒരു വഴിയുണ്ട്, കാറുകൾക്ക് പോകാനും സെപ്പറേറ്റ് വഴിയുണ്ട്. അതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലാണ് പാർക്കിംഗ് ഉള്ളത്. 2 ഫ്ലോറ് പാർക്കിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഏകദേശം 3500ഓളം വാഹനങ്ങൾ ഒരു സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഏകദേശം 13 ഏക്കറിൽ നിർമ്മിച്ചിട്ടുള്ള മാൾ ഓഫ് ഏഷ്യയിൽ 440ഓളം ബ്രാൻഡഡ് ഷോപ്പുകളും അതുപോലെ തന്നെ 14 തിയേറ്ററുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വമ്പൻ നിർമ്മിതിയാണ് കേട്ടോ. ഏറ്റവും വലിയ മാള്, അതായത് ഏഷ്യയിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള മാള് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ നിലവിൽ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളാണ് മാൾ ഓഫ് ഏഷ്യ കേട്ടോ. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. അകത്തോട്ട് കയറി കാണുന്നത് ഇതാണ് കേട്ടോ മാൾ ഓഫ് ഏഷ്യയുടെ ഒരു വലിയ പേരും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ലൈറ്റും കേട്ടോ. രക്ഷയില്ല, വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ലൈറ്റ്, മനോഹരമായ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. മാളിലേക്ക് അകത്തേക്ക് കയറി കേട്ടോ. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരം. നമ്മളൊക്കെ കുവൈറ്റിലൊക്കെ നമ്മൾ അഭിനേഷ് മാളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അത്രയും വലിയൊരു, അതിനെക്കാട്ടും വലുതാണ്. അതായത് നമ്മൾ കയറി വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ, അതായത് ഒരു റോയൽ സെറ്റപ്പിൻ്റെ ഒരു മാക്സിമം എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ അത് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉള്ള ഒരുപാട് കടകളൊന്നും കാണത്തില്ല. പക്ഷേ ഉള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകളായിട്ടുള്ള ഒരു വലിയൊരു എന്താണ് ഗംഭീരമായിട്ടുള്ള നിർമ്മിതി കേട്ടോ. ബാക്കി കാഴ്ചകൾ കാണാം. വാ. അതങ്ങോട്ടോ ഇഷ്ടപ്പെട്ടോ? മാൾ ഇഷ്ടപ്പെട്ടോ? യെസ്, അതാണ് ആർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ ഒരുപാട്, അതായത് ബാംഗ്ലൂരുള്ളവർക്കുണ്ടല്ലോ ബെസ്റ്റ് പ്ലേസ് ടു എന്നാ പറയാം ഷോപ്പിംഗ് എന്ന് പറയാം കേട്ടോ. മലയാളീസ് കുറവല്ലേ? മലയാളീസ് ഉണ്ട്. ആ, ഇന്ന് വീക്കെൻഡൊന്നും അല്ല, അതുകൊണ്ടാണ് ആൾക്കാർ കുറവുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ഗംഭീരമാണ് കേട്ടോ. അടിയിൽ 2 ഫ്ലോർ പാർക്കിംഗ് ഉണ്ട്. അത് ബൈക്കിന് സെപ്പറേറ്റ്, കാറിന് സെപ്പറേറ്റ്. ബൈക്കിന് ഏതാണ്ട് 1 മണിക്കൂർ 50 രൂപയാണ്. പിന്നെ എക്സ്ട്രാ 20 വെച്ച് ഓരോ മണിക്കൂർ ഇതിനും ഹവേഴ്സിനും. കാറിനാണെങ്കിൽ എന്നാ പറയുക, നമ്മുടെ ഫാസ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് എത്ര ബില്ലെന്ന് വരുന്നത് കേട്ടോ. ഗംഭീരം. എന്നാലും നമ്മൾ കുവൈറ്റിലൊക്കെ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഗവൺമെൻറ് ഉള്ള ഇത് വരുന്നുണ്ടല്ലോ മാളുകൾ. ഒരു ഫുഡ് മസാജ് മെഷീനാണ് കേട്ടോ.
അതായത് നമ്മുടെ കാലിലൊക്കെ എടിമയൊക്കെ ഉള്ളവർക്ക് ഫുഡ് മസാജ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീനാണ്. അപ്പോൾ നമ്മുടെ ജനമൻ ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നപ്പോഴൊക്കെ അവരൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് അല്ലേ? ശരിക്കും റിഫ്ലക്സോളജി എന്നാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ പാദത്തിന്റെ അടിയിൽ നമ്മുടെ ഓരോ ഓർഗനിലേക്ക് കണക്ട് ചെയ്യുന്ന ഓരോ പോയിന്റുകളുണ്ട്. ഈ നാടൻ തിരുമുകാരൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത് ആ ഓരോ പോയിന്റുകളിൽ കൃത്യമായിട്ട് തിരുമ്പി കഴിയുമ്പോൾ നമുക്ക് ആ ഓരോ ഓർഗൻസിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ടെക്നോളജി കേട്ടോ. അതായത് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഓരോ ഓർഗൻസുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതിലേക്കാണ് കറക്റ്റായിട്ടുള്ള ഒരു മസാജ് പോകുന്നത് കേട്ടോ. നമ്മളൊരു 10 മിനിറ്റ് യൂസ് ചെയ്തു. നല്ല രസമുണ്ട്, നല്ല ഫീലുണ്ട്. സ്ഥിരമായിട്ടൊരു 1 വീക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഈ കാലിനൊക്കെ വയ്യാത്തവർക്ക് ഇത് നല്ലൊരു മെഷീനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓഫറുണ്ട്. ഈ കമ്പനിയിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഫുഡ് മസാജൊക്കെ കഴിഞ്ഞിട്ട് നടക്കും കേട്ടോ. ഫുഡ് മസാജ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, വലിയ ക്ഷീണമില്ല കേട്ടോ. സംഭവം കൊള്ളായിരുന്നു. അതുപോലെ നമ്മൾ നടന്ന് മടുത്തപ്പോൾ അവർ വിളിച്ച് ഇപ്പോൾ കാലിനൊരു സുഖം കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് കാണുന്ന മൊത്തം ഒരു ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. മൊത്തത്തിൽ 7 നിലയാണ് ഈ മാളുള്ളത്. അതിന് 3 നില പാർക്കിംഗ് ആണ്, ബാക്കി 4 നിലകളാണുള്ളത്. അത് ഏറ്റവും ടോപ്പിലാണ്. തിയേറ്റർ വരുന്നുള്ള ഓപ്പൺ ആയിട്ടില്ല. മുമ്പേ കണ്ട ഹോട്ടലിലെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫിനൊന്നും ഉണ്ടല്ലോ ഈ സംസാര ശക്തിയോ അതുപോലെ കേൾവി ശക്തിയോ അങ്ങനെ ഒന്നുമില്ല. ആംഗ്യ ഭാഷയിൽ കൂടെയാണ് അവർ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. ഒരു അവിടുത്തെ ഭയങ്കര സ്പെഷ്യലായിട്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഒരുപാട് പേര് കയറുന്നുണ്ട്. അത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നല്ല, നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഫുഡൊന്നും കഴിക്കാത്തത്. ഒരുപാട് ഫുഡിൻ്റെ കടകളും ഷോപ്പുകളും ഒക്കെ ഉണ്ട്. നമ്മളതെല്ലാം കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഗംഭീരം. അപ്പം മാൾ ഓഫ് ഏഷ്യയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകണം കേട്ടോ. അതായത് ബാംഗ്ലൂരിൻ്റെ തനതായ കുറേ ഫുഡ് കിട്ടുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മാളിലെ കാഴ്ചകളെല്ലാം കണ്ടു. നമ്മൾ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല, ആറംകൂട്ടനെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അല്ലേ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. വാ ആൽബിന്, അവിടെ എന്നാക്കെ ഉണ്ട്? അവിടെ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുമ്പം ദോശ ഐറ്റംസ് ഉണ്ട്, ബർബിക്യൂ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എത്ര മണി വരെ ഉണ്ട്? അതൊരു 10-11 മണി വരെ ലൈവ് ആയിരിക്കും അല്ലേ? 12 മണി ലൈവ് ആയിരിക്കും. അതായത് വലിയ ലക്ഷറി അല്ല, ഒരുപാട് കുഞ്ഞ് ഷോപ്പുകളാണ്. ഒരു സ്ട്രീറ്റ് ഫുള്ള് ഫുഡാണ് കേട്ടോ. പിന്നെ അതോടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്തേക്കാം. വാ. നമ്മുടെ MG ഹെക്ടറിൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. കൊള്ളാം അല്ലേ? ഈ ട്രാഫിക്കിൻ്റെ അത് വളരെ ലക്ഷറി ആയിട്ട് പോകാം കേട്ടോ. 4 പേർക്ക് സുഖമായിട്ടിരിക്കാം കേട്ടോ. അതാണ്ട് ഇവിടെ തൊട്ട് വേണ്ട ഫുഡ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സ്ഥലം സാഖർ നഗറാണ് കേട്ടോ. വൈകിട്ട് 6 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ഈ സ്ട്രീറ്റ് ഉള്ളത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആദ്യം പാനിപ്പൂരി കഴിക്കാം അല്ലേ? കബാബുണ്ട്, അത് കഴിക്കണം. ചീപ്പ് കബാബ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ, പാനിപ്പൂരി. നാളെ കൂട്ടാ ഞാൻ വെള്ളം വെച്ചുതരാം, പാനി വെച്ചുതരാം. അതേപടി വായിലോട്ട്. ഓ പോളി, ഇവനാണ് പാനിപ്പൂരിക്കാരൻ. എങ്ങനെയുണ്ട്? കൊള്ളാം. ബാംഗ്ലൂർ വന്നപ്പോഴാണ് നമ്മൾ തീരുമാനിച്ച പാനിപ്പൂരി കഴിക്കണം കേട്ടോ.
അപ്പോൾ പാനിപ്പൂരി കഴിച്ചു. അടുത്ത് നമുക്ക് ചിക്കൻ റോൾ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ റോൾ കഴിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിനകത്ത് തന്നെ നമ്മുടെ മോമോസ്, കബാബ്, അൽഫാം എല്ലാ സാധനവും ഉണ്ട്. പറ്റുന്നിടത്തോളം ട്രൈ ചെയ്യും, മടുക്കുമ്പോൾ പോകും കേട്ടോ. കിട്ടിയോ? ഇതാണല്ലോ ഐറ്റം. അവന് കൊടുക്ക്. അല്ല ചൂടാണ് കേട്ടോ. ചൂടുണ്ട്. ചൂടാ അല്ലേ? നല്ല സ്പൈസിയാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട്. അതിൻ്റെ പുറത്തുണ്ടാകുന്ന റൊട്ടി ഇപ്പോൾ തന്നെ അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. 60 രൂപ കേട്ടോ ഒരു ചിക്കൻ റോളിന് വില വരുന്നത്. അങ്ങനെ മോമോസ് എത്തിയിരിക്കുകയാണ്. മോമോസ് അല്ലേ? കഴിച്ചാലോ? കഴിക്കാം. ഇന്നത്തെ റിവ്യൂ പറയേണ്ട ആൾ കേട്ടോ. ചൂടായിരിക്കും. എക്സ്പ്രഷൻ നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇവൻ ഭാവിയിൽ ഒരു ഫുഡ് ബ്ലോഗർ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. എരിവാണോ? ഇതാണല്ലേ? നൈസാ. ഒരു നേപ്പാളി ഫുഡാണ് ശരിക്കും മോമോസ്. അപ്പം ശരിക്കും അവിടെയുള്ള അവർ തന്നെയാണ് ഇതിൻ്റെ ഹോട്ട് മോമോസ് എന്ന് പറഞ്ഞ ഷോപ്പ് നടത്തുന്നത്. കൊള്ളാം. നൈസല്ലേ? അടിപൊളി. ഇതുണ്ടല്ലോ ബൈക്കിലാണ് കേട്ടോ ഈ കട സെറ്റ് ചെയ്തിരിക്കുന്നത്. വാമ്പ അങ്ങനെയുണ്ട്. മധുരമൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയാണോ? അല്ലല്ല, വേറെ ടേസ്റ്റ് ഉണ്ട്. അല്ലേ? അതിൻ്റെ ഒരു മയോണൈസും ഒരു ചട്നിയും ഉണ്ട്. ബോൺലെസ് പീസാണ്. നല്ല ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് നല്ല സ്പൈസിയാണ്. കൊള്ളാം. അടുത്ത് വന്നതാണ് ചിക്കൻ കബാബാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ കനലിൽ ചുട്ടെടുക്കുന്ന കബാബ് കേട്ടോ. അതായത് ലെഗ് പീസ് 140, ചിക്കൻ ടിക്ക 120 കേട്ടോ. ഐറ്റം വന്നിട്ടുണ്ട്. നല്ല ചൂടായിരിക്കും. അതിൻ്റെ ഒരു ചട്നിയുണ്ട്. കുഴപ്പമില്ല. എന്നാലും നമ്മളെ സാധാരണ ബാംഗ്ലൂർ കബാബിൻ്റെ ഒരു ഇതൊന്നും വരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. അതെ, സാധാരണ നമ്മുടെ എരിവ് കുറവാണ്. അതാണ് എരിവ്. ആ മസാല അത്ര ടേസ്റ്റ് ആയിട്ടില്ല. ലുക്ക് ഭയങ്കര ലുക്കായി പോയി അല്ലേ? പക്ഷേ ടേസ്റ്റ് അത്ര ആയിട്ടില്ല. അടുത്ത നമ്മുടെ ലെഗ് പീസ് കേട്ടോ. ഫ്രൈ ആണ്. കണ്ടാൽ നല്ല രോമാഞ്ചമൊക്കെ തോന്നിക്കുന്ന ലെഗ് പീസാണ് കേട്ടോ. കണ്ടാ? ഇത് ഫുഡിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. രാത്രിയിൽ വെറും 2 മാസമായുള്ളൂ ഈ സ്ട്രീറ്റ് തുടങ്ങിയിട്ട്. 2 മാസം കൊണ്ടാണ് ഇത്രയും കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വരും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഫാമിലിയുടെ കൂടെ പുറത്ത് വന്നിട്ട് നല്ല ഫുഡ് കഴിക്കാം. അതും ചൂടോടെ കഴിക്കുമ്പോൾ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബാണ്. ഇനി എന്നാ വേണ്ടേ? വയറ് നിറഞ്ഞോ? അപ്പം ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചു കേട്ടോ.